ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി എന്ന് പാടിയത്. ഇന്ന് നമ്മൾ പാടുന്നത്, ഈ പാട്ടും വേണമെങ്കിൽ പാടും, പക്ഷെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നുണ്ട്, നമ്മൾ അറിയാതെ കൂട്ടുന്നുണ്ട്. ലോകം വേണം, എനിക്കെല്ലാം വേണം, പിന്നെ പറ്റുകയാണെ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ലോകം വേണം, എനിക്കെല്ലാം വേണം, പിന്നെ പറ്റിയ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ഇതല്ലേ ഇന്നത്തെ നമ്മളെ പൊതുവേ ഉള്ള ആറ്റിറ്റ്യൂഡ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധിയെ ചെന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോഴാണ് എൻ്റെ കർത്താവിന് വന്നാൽ മതി, വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിത്യതയിലല്ലേ, എൻ്റെ കർത്താവിൻ്റെ കൂടെയല്ലേ. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോൾ ഭൗമിക മോഹങ്ങളിൽ നിന്ന് നമുക്ക് വലിയ വിടുതലുണ്ടാകും. പിന്നെ എനിക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും ഒരു വിഷയമായിരിക്കത്തില്ല. ഞാൻ തിന്നത്തും കുടിക്കത്തും ഇല്ലെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഭക്ഷണം കഴിക്കും, എനിക്ക് താമസിക്കാൻ കർത്താവ് തന്ന ഭവനത്തിൽ ഞാൻ താമസിക്കും, അതിനൊന്നും കുറ്റം പറയുകയല്ല ഞാൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ഇതൊന്നും കയറിയിട്ടില്ല. എൻ്റെ മനസ്സ് മുഴുവൻ നിത്യതയാണ്. നിത്യതയുടെ ദർശനത്തിൽ കഴിയുന്ന ഒരു വ്യക്തി, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നെ സ്പർശിക്കുകയില്ല. ഈ ഭൗമിക മോഹങ്ങൾ ശരിക്കും ഒരു വഞ്ചനയാണ് പ്രിയമുള്ളവരെ, നമ്മളെ വഞ്ചിക്കുന്നതാണ്. ഇന്ന് പറ്റിയിരിക്കുന്ന എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആളുകൾക്ക് പ്രത്യാശയില്ലാത്തത്? കാരണം അവർ ഭൗമിക മോഹത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്.